ക്രൈസ്ത ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വേദനാജനകമായ ഒരു രോഗത്തിലൂടെ ഞാൻ കടന്നു പോകുവാനിടയായി. ഒരു 4 മാസത്തിന് മുന്നേ എനിക്ക് വാക്യകത്ത് വളരെയധികം വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ചെന്ന് പരിശോധിച്ച് പല്ലിൻ്റെ വേദനയായിരിക്കും എന്ന് കരുതി പല്ലിൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ പല്ലിന് ഒരു കുഴപ്പമില്ല, എങ്കിലും പല്ലിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി ഞാൻ പോയി പല്ലെടുത്തു. അത്രയ്ക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ പല്ലെടുത്ത് മാറ്റിയത് കൊണ്ട് എനിക്ക് വേദനയ്ക്ക് ഒരു ശമനവും വന്നില്ല. പിന്നെയും അതികഠിനമായ വേദനയാണ്. എന്നാൽ ചില സമയങ്ങളിൽ വേദന കുറഞ്ഞിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു 3 മാസം കൊണ്ട്, ഒരു ഫെബ്രുവരി മാസം മുതൽ കഠിനമായ വേദന. വായ തുറന്ന് സംസാരിക്കാനോ എനിക്ക് പ്രാർത്ഥിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ കഴിയാതെ എല്ലാ ദിവസവും ജ്യൂസ് മാത്രം കുടിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഫെബ്രുവരി 2-ാം തീയതി കൊട്ടാരക്കര ഒരു ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ജോയിൻറ്റിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ഇവിടെ പല്ലില്ലാത്തത് കൊണ്ട് ഈ ഇടതുവശത്ത് തന്നെ വച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ പല്ലൊക്കെ വച്ച് കഴിഞ്ഞാൽ ശരിയാവും, ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം മാറുമ്പോൾ അത് ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഡോക്ടർ എഴുതുന്ന മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ പോയി. പക്ഷേ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മെഡിസിൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ നെടുമങ്ങാട് ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ച് ആ ഡോക്ടർ എനിക്ക് മെഡിസിൻ എടുത്തെന്ന്. ആ മെഡിസിൻ കഴിച്ചിട്ട് എനിക്കൊരു കുറവുമില്ല. പറയുന്ന ദിവസത്തേക്കാൾ മുന്നേ ഞാൻ വീണ്ടും അടുത്ത ദിവസം ചെന്നിട്ട് അടുത്ത് വേറെ മെഡിസിൻ എഴുതരും. ആ മെഡിസിൻ ഞാൻ വാങ്ങിക്കഴിച്ച് അത് കഴിച്ചിട്ട് എനിക്കൊരു കുറവുമില്ല. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആയപ്പം ആ ഡോക്ടർ കോസ്മോയിൽ ഷെഫീഖ് എന്നൊരു ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ കോസ്മോയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഡോക്ടർ എനിക്ക് മെഡിസിൻ എഴുതന്ന്, ഒരു 3-4 മെഡിസിൻ. ആ മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചിട്ടും എൻ്റെ വേദനയ്ക്ക് ഒരു മാറ്റവുമില്ല. അപ്പോൾ പറഞ്ഞതിനേക്കാളും പിന്നെ വീണ്ടും അടുത്ത ദിവസം കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ മെഡിസിൻ നിങ്ങൾ കഴിക്കണം, ഇത് 2 മാസം കഴിച്ചാലും നിങ്ങളുടെ ഈ പ്രശ്നം മാറുമെന്ന് തോന്നുന്നില്ല, എന്തായാലും നിങ്ങൾ ഈ മെഡിസിൻ 2 മാസം കഴിക്കുമെന്ന് പറഞ്ഞ്. പിന്നീട് ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ മെഡിസിൻ കഴിച്ച് നോക്കുക, ഒരാഴ്ച കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നിങ്ങളൊരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു, MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഈ മെഡിസിൻ കുറച്ച് ദിവസം കഴിച്ചിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല. ആ മാറ്റമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി സ്കാൻ ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് എൻ്റെ വലത് ഭാഗത്ത് മെയിനായിട്ടുള്ള ഈ ഞരമ്പ് സ്ട്രെയിറ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കേണ്ടതായ ആ ഒരു നെർവ് അത് ക്രോസ് ആയിട്ട് പോകുന്നു. അതെന്തോ ഇങ്ങനെ ചുറ്റിയിട്ട് അതിങ്ങനെ ക്രോസ്സായി പോകുന്നു. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ചുണ്ടൊക്കെ പെട്ടെന്ന് ഉണങ്ങി ഇങ്ങനെ തൊലി പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരികയും, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബ്രെയിനിലേക്കുള്ള രക്തഓട്ടത്തിൻ്റെ ആ ഒരു കുറവുണ്ട്. എനിക്ക് പെട്ടെന്ന് മറവി വരും. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം നിൻ്റെ സ്ഥലം കഴിഞ്ഞ്, ആ സ്ഥലം കഴിഞ്ഞ്, ഇങ്ങനെ ഒരു ടെൻഷൻ. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസ പോയി, ഇങ്ങനെ പല ചിന്തകളിങ്ങനെ പെട്ടെന്ന് ടെൻഷൻ അടിക്കും. ഇപ്പോൾ അടുപ്പിലിരിക്കുന്ന വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത്, ചായ ഇടുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് തടത്തുണി എടുക്കാതെ നേരെ ചെന്നത് അങ്ങ് എടുക്കും. അങ്ങനെ പല പ്രാവശ്യം ചെയ്തു. പക്ഷേ കൃപയാൽ എൻ്റെ കൈക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെ ഞാൻ വളരെ ഭാരത്തോടെ ഒരുപാട് സംസാരിച്ചിരുന്ന എനിക്ക് വായ തുറക്കാനോ സംസാരിക്കാനോ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ പ്രാർത്ഥിച്ചു കൊടുക്കാനോ കഴിയാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഇതെന്തൊരവസ്ഥയാണ്, ഈ പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ വായ ഇങ്ങനെ അനക്കാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ ജീവനെ ഒന്നുകിൽ കർത്താവ് എനിക്ക് സൗഖ്യം തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവനെ ദൈവം എടുക്കണം. കർത്താവ് എൻ്റെ കുറ്റം എന്താണ്, കുറവെന്താണെന്ന് ഞാൻ എന്നിലേക്ക് നോക്കുവാനായി തുടങ്ങി. അങ്ങനെ ഞാൻ ഓർത്തു എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്. ഞാൻ അങ്ങനെ ചിലരെയൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാനിടയായി. പല ദൈവദാസന്മാരെയും പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോൾ പിന്നെ പ്രാർത്ഥിച്ചില്ല, നാളെ ആവട്ടെ, ദൈവാലോചന ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കുവാനിടയായി. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ഒരു നിമിഷം കുറച്ച് നാൾ ഞാൻ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരാനെന്ന് വിളിക്കുമ്പോൾ അവർ വഴിമാറി പോകുന്നത് കാണുവാനിടയായി. ചിലരൊക്കെ എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്ന സഭയിലെ ദൈവദാസനും ദൈവദാസി എവിടെയെല്ലാം അവർ എവിടെയെല്ലാം മീറ്റിംഗ് നടക്കുന്നു, മാസയോഗത്തിനായാലും അല്ലാത്ത മീറ്റിങ്ങുകൾക്കായാലും ഓൾ നൈറ്റ് പ്രയറിനെല്ലാം എൻ്റെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ അനേക ദൈവദാസിദാസന്മാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സഹോദരിമാർ, ദൈവദാസന്മാർ ഒരുപാട് പേര് സഭയായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഡോക്ടറിന് ഇത് അയച്ചു കൊടുത്തു. ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ അത് കാണിച്ചു. അപ്പോഴവരെല്ലാവരും പറഞ്ഞു, ഇനി
ഒരു മെഡിസിൻ ഇല്ല. ഇതൊരു സർജറിയിലേ ശരിയാകത്തുള്ളൂ. മെഡിക്കൽ കോളേജ് ചെയ്താൽ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അലോപ്പതിയിലൊരു മെഡിസിൻ ഇല്ല, ഹോമിയോപ്പതിയിലും ഉണ്ട്, ആയുർവേദത്തിലൊക്കെ ഉണ്ടെന്ന് മറ്റുള്ള ആയുർവേദ ഡോക്ടറും ഹോമിയോപ്പതി ഡോക്ടറും ഒക്കെ പറയാനിടയായി. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, ഞാനിനി എന്ത് ചെയ്യട്ട്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴാണ് മൂത്ത പൈതൽ പറയുന്നത്, അമ്മ സർജറി ചെയ്താൽ ചിലപ്പം അമ്മയ്ക്ക് ഇനി സംസാരിക്കാനേ പറ്റാതെയായി പോകും. ഇപ്പോഴത്തെ സർജറിയൊക്കെ അറിയാമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മേരെ ഈ സൈഡ് ഇങ്ങനെ കോണിപ്പോവും എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ പേടിപ്പിച്ചു. ഇത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സർജറി ചെയ്യണമെന്ന് ആദ്യം ആഗ്രഹിച്ചതിനും പിന്നെ ഞാൻ ഓർത്തു, കർത്താവേ, ഈ 2010 മുതൽ ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് സ്വർഗം അവരെ സൗഖ്യമാക്കി. കർത്താവ് അവർക്ക് വിടുതലയക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ്, എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഒരു സർജറി ചെയ്യാതെ, എൻ്റെ വായ്ക്കകത്തൊരു കത്തി വയ്ക്കാതെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കണം. ഇനി എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയില്ലെങ്കിൽ ഈ വേദനയെ അതിജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചോറ് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ജ്യൂസ് മാത്രം കുടിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, 3-4 മാസം നമ്മൾ ജ്യൂസ് മാത്രം കുടിച്ച് ജീവിക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ടൈപ്പ് മെസ്സേജ് അയക്കും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അപ്പോൾ അവർ പറയും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാതെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. അതിന് ഞാനൊരു ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നാവെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അവൻ മരിച്ചതിന് തുല്യമാണ് പിന്നെ അവൻ്റെ ജീവിതമെന്ന് പറയുവാനിടയായി. വളരെ ഭാരത്തോടെ, ആരും സഹായിപ്പാനില്ല, എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ വീണ് രാപകൽ നിലത്ത് കിടന്ന് കരയും. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇയ്യോബിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അതുപോലെ കൂടപ്പിറപ്പുകളും കൂടെ ഉള്ളവരും സ്നേഹിതരും ചേർത്ത് നിർത്തേണ്ട പലരും, പല സുഹൃത്തുക്കളും അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് എനിക്കിങ്ങനെ വന്നതിന്, അതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് എന്നെ മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇത്രയും കുത്തുവാക്കുകൾ കേൾക്കാനും ഇത്രയും കുറ്റം പറയാനും ഞാൻ എന്ത് പാവമാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഓരോ മനുഷ്യൻ്റെ സ്വഭാവവും ഈ രോഗാവസ്ഥയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാസ്റ്റേഴ്സ് പോലും എനിക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടപ്പം പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ, നമ്മളെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ നമ്മളെ സ്നേഹിച്ചവരും കൂടെ നിർത്തിയവരും വിളിച്ചവരും ഒരു വാക്ക് പോലും വിളിക്കാതെ, ഒന്ന് തിരിഞ്ഞു നോക്കാതെ കടന്നുപോയ അവസ്ഥ. ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഈ ഒരു വേദനയും കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോവും, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ. എന്തിനേറെ ദൈവമേ എന്ന് പോലും ഒന്ന് വിളിക്കാൻ കഴിയാതെ ഞാൻ കിടക്കുന്ന അവസ്ഥ. പകൽ ചിലപ്പോൾ കിടന്നുറങ്ങും, രാത്രി ഉറക്കം വരത്തില്ല. അങ്ങനെ ഞാൻ വളരെ വേദനയോടെ കടന്നുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ്, കർത്താവേ, ഞാനൊരു സർജറി ചെയ്യാൻ പോകത്തില്ല, എൻ്റെ കർത്താവിന് ഹിതമാണെങ്കിൽ എനിക്ക് സൗഖ്യം തരണം. അങ്ങനെ ദൈവസന്നിധിയിൽ പറയുകയും പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച പേയുടെ ഒരു ചർച്ചിൽ കടന്നുപോയി. ആ ദേവദാസനോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ ദേവദാസൻ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് വചനം ശുശ്രൂഷിക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് 15 മിനിറ്റ് കഴിഞ്ഞ ഞായറാഴ്ച ദൈവനാമത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. തിങ്കളാഴ്ചയിരുന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ 3 ദിവസം മുമ്പ് എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ചോറ് മിക്സിയിലൊന്നും അടിക്കാതെയും, മിക്സിയിലിട്ട് അടിച്ച് കഴിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എൻ്റെ കരം കൊണ്ട് നന്നായിട്ട് ഭക്ഷണം വാരി നോർമലായിട്ട് ഒരു വ്യക്തി എങ്ങനെ കഴിക്കുമോ അതുപോലെ കഴിക്കുവാനിടയായി. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, ഇന്നലെയും കഴിച്ചു. സ്തോത്രം. ഇന്ന് 3 ദിവസം കൊണ്ട് ഈ നിമിഷം വരെയും പൂർണ്ണ സൗഖ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. പക്ഷേ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലൊക്കെ ആയി നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, സിസ്റ്റർ എന്താണ് പ്രാർത്ഥിക്കാത്തത്, സിസ്റ്ററിനെ ഇപ്പം എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് പോലും അന്വേഷിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആര് ആ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നുവോ, ആശ്രയിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവമുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഈ വേദനയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ സ്നേഹിക്കുകയല്ല, വെറുതെ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവനിടയായി. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാർത്ഥ സ്നേഹമുള്ളവർ ഒരു 5% കാണത്തുള്ളൂ. 95% കള്ള സ്നേഹം അഭിനയിക്കുന്നവരാണ്, സ്നേഹം അഭിനയിക്കുന്നവർ. എങ്കിലും എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി, എനിക്ക് ഇത്രത്തോളം സൗഖ്യം തന്ന്, ഒരു മെഡിസിൻ എടുക്കാതെ, ഒരു സർജറി കൂടാതെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇത്രത്തോളം സൗഖ്യമാക്കി. ഇനി എത്ര കാലം ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു അത്രയും കാലം ഈ വേദനയിലും കഷ്ടതയിലും ഇരിക്കുമ്പോഴും, ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ ട്രാക്റ്റ് കൊടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ഫാമിലിയെ കാത്തു നിന്നതുകൊണ്ട് 1.5 മണിക്കൂർ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാവർക്കും ഞാൻ ട്രാക്റ്റ് കൊടുത്ത് ഈ വേദനിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടേയിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ മാനിപ്പാൻ തക്കവണ്ണം ഇടയായി. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അനേകരുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അതിൽ നിന്ന് വിടുവിച്ച് അത്ഭുതമായിട്ട് ദൈവം നിങ്ങളെ നിർത്തും. നിങ്ങളെ വായ അടഞ്ഞുപോയി, നിങ്ങൾ വീണുപോയി, ഇനി എഴുന്നേൽക്കത്തില്ല, നിങ്ങൾ തീർന്നു, നശിച്ചു എന്ന് വിധി എഴുതുന്നവരുടെ മുൻപാകെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ഒരു അത്ഭുതമാക്കി അതിശയമാക്കി വയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. സകല മഹത്വം, എൻ്റെ സൗഖ്യത്തിൻ്റെ സകല മഹത്വം കർത്താവിന് കൊടുക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് ദൈവമക്കൾക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.